الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, വളരെ വളരെ സന്തോഷത്തിലാണ് നമ്മുടെ ഈ ഒത്തുചേരൽ. ഇതൊരു പുതിയ സംരംഭത്തിൻ്റെ ഉദ്ഘാടനം കൂടിയാണ്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ വലുപ്പം എങ്ങനെയാണ് ശുക്ർ പറയേണ്ടത് എന്ന് പിടിപാടില്ലാതെ അന്തം വിട്ട് അന്താളിച്ച് കഴിയുകയാണ്. ഒരു ഭാവനയിൽ പള്ളി വേണം എന്നാഗ്രഹിച്ച് അതിനു വേണ്ടുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും തുടങ്ങി ആരും സഹായിക്കാനില്ലാതെ പലവരും വേണമെങ്കിൽ കളിയാക്കി പൊന്നാനിയിലും തിരൂരൊക്കെ പള്ളിക്കാരൊക്കെ വരുന്നത് കണ്ടിട്ട് ഇയാൾക്ക് ഭ്രാന്താണോ ഇതുവരെ ആഗ്രഹിക്കുകയും പറയുകയും ആക്ഷേപിക്കുകയും ചെയ്ത കാലഘട്ടം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ഏതാണ്ട് 25 വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അത്രയും കാലാവധികൾ നടന്നു, പ്രവർത്തനങ്ങൾ നടന്നു. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ആ അനുഗ്രഹം കൊണ്ട് മാത്രം ഇന്ന് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാനും കൺകുളിർക്ക് സന്തോഷത്തിൻ്റെ നിറവിൽ നമുക്ക് കഴിയാനും അല്ലാഹു ഭാഗ്യം നൽകി. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. പടച്ചവനെ ഈ ഒത്തുചേരൽ, ഞങ്ങളുടെ ഈ ഒരുമിക്കൽ, നിന്റെ ഭവനത്തിൻ്റെ നാമധേയത്തിൻ്റെ ഈ ഒത്തുചേരൽ, നിന്റെ അനുഗ്രഹത്തിൻ്റെ വീടായ ദാറുസ്സലാമിൽ സ്വർഗത്തിൽ എത്താൻ നീ വിധി കൂട്ടി തരയണമേ തമ്പുരാനെ. ആമീൻ ആമീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചില കാര്യങ്ങൾ അല്പസമയം ഏതാനും മിനിറ്റുകൾ മാത്രം ഓർമ്മപ്പെടുത്തുക. പ്രിയ സഹോദരൻ സയ്യിദ് മുഹ്സിൻ നിങ്ങളെ അഭിസംബോധന ചെയ്യും. അതിനു മുമ്പ് അതായത് ഖുർആൻ തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു മന്ത്രമാണ്. വാസ്തവത്തിൽ എന്തൊരു പദമാണത്! പരമകാരുണികനായ കരുണാനിധിയായ അല്ലാഹുവിന്റെ നാമത്തിൽ നിന്ന് പൊരിച്ച ഭാഷയിൽ പറയുമെങ്കിലും എൻ്റെ ഉമ്മ എനിക്ക് പഠിപ്പിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം എനിക്ക് ബിസ്മി പറഞ്ഞെന്ന് അർത്ഥം പറഞ്ഞെന്നാണ് എൻ്റെ ഉമ്മയെ. ദുനിയാവിൽ നിന്ന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ അർ റഹീം. ദുനിയാവിൽ നിന്ന് വഴിപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് നാളെ പരലോകത്തിൽ പ്രത്യേക ഗുണം ചെയ്യുന്നവൻ. ഇത് എൻ്റെ ഉമ്മ പറഞ്ഞതാണ്. അല്ലാഹു അവർക്കും നമുക്കും മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പരലോകത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ചതമ്പുരാനെ, ഞാൻ ഓർക്കുകയാണ്, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന റഹ്മാനിൻ്റെ ഒരു വലുപ്പം പറയാൻ സമയമല്ല. എന്നാലും ഈ ലോകത്ത് നടക്കുന്ന എല്ലാ റഹ്മത്തുകളും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ 99 കഴിച്ച് ബാക്കിയുള്ള ഒരു ഭാഗമാണ്. ഒരു ഉമ്മ മകനെ സ്നേഹിക്കുന്നു, മകൻ ഉമ്മയെ സ്നേഹിക്കുന്നു എന്ന് വേണ്ട ലോകത്തുള്ള എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതേ രൂപത്തിലാണ്. പിന്നെ പറയുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് പറയാത്ത ഒരു മുസൽമാനല്ല. നമസ്കാരത്തിൽ പറയണമല്ലോ.
ആ നമസ്കാരത്തിൽ പറയുന്ന വാക്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ റബ്ബ് എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ അല്ലെങ്കിൽ രക്ഷിതാവ്, അതൊക്കെ എവിടെ വളരെ ഒരു ചെറിയ അംശമാകുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്തേലും മലയാളം പറയാൻ അറിയില്ല. എന്നായിരുന്നാലും ഒരു ഗർഭസ്ഥ ശിശു അത് ഗർഭത്തിലിരിക്കുന്ന പ്രായം അവിടെ വേണ്ടത് ഒരുക്കിയവൻ, അവിടുന്ന് കുറച്ച് പ്രായമാകുമ്പോൾ അവിടെ വേണ്ടത് ഒരുക്കിയവൻ, ആ പ്രായത്തിൽ കുറച്ചുകൂടി ആകുമ്പോൾ അവിടെ വേണ്ടത് ഒരുക്കിയവൻ, അവസാനം പ്രസവിക്കുന്നു അപ്പം വേണ്ടത് ഒരുക്കിയവൻ, അപ്പം വേണ്ട വിഭവങ്ങൾ ഒരുക്കിയവൻ എന്ന് വേണ്ട ഒരു മനുഷ്യൻ അവൻ പിന്നീട് വലുതായാൽ അവന് വേണ്ടത് ഒരുക്കിയവൻ, അവൻ്റെ സ്കൂൾ, അവൻ്റെ പഠനം, അവൻ്റെ ചികിത്സ, അവൻ്റെ ഭക്ഷണം, ഇതൊക്കെ ഒരുക്കിയവൻ. നമ്മളാരും പറഞ്ഞിട്ട് തന്നതല്ല. ബിസ്മില്ലാഹിർ റഹ്മാനി എന്ന് പറഞ്ഞാൽ അർത്ഥം ഭയപ്പെട്ടവർക്കും ഭയപ്പെടാത്തവർക്കും കൂടെ ചെയ്യുന്നവൻ. നോക്കൂ, അല്ല ഉണ്ട് എന്ന് പറയുന്നവനും അല്ല ഇല്ല എന്ന് പറയുന്നവനും ഒരുപോലെ സംരക്ഷിക്കുന്ന റബ്ബ്, അതാണ് റഹ്മാൻ. ഒരു ബിസ്മില്ലാഹി പറയുന്ന ഒരാൾക്ക് ശത്രുവില്ല, മുസൽമാനും ശത്രുവില്ല, എല്ലാവരും നല്ല ആൾ, നല്ല ബന്ധമുള്ള ആളുകളാണ്. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബ് എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ വലുപ്പം പറയാൻ കഴിയില്ല. ഞാൻ ഓർക്കുന്ന ഖുർആനിലെ ചില സൂറത്തുകളുണ്ട്, പിടിച്ച് ഇരുത്തിപ്പോകും, അങ്ങനെ അപ്പുറം ഓതാൻ കഴിയില്ല, അങ്ങനത്തെ ചില സൂറത്തുകൾ. അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ കേൾപ്പിച്ച സൂറത്തുൽ വഹായിലെ ആദ്യ വരികൾ. പടത്തോൻ നമ്മുടെ അരികെ വന്നിരുന്ന് കൈപിടിച്ച് പറയുന്നത് പോലെ വല്ലുഹ, പൂർവാഹനം തന്നെയാണ് സത്യം. പകല് സത്യമല്ലേ? എപ്പോൾ കാണുന്നില്ലേ പകല്? എങ്കിൽ താഴെ പറയുന്ന കാര്യവും സത്യമാണ്. വല്ലേരി രാവാണ് സത്യം എന്ന് പറഞ്ഞാൽ രാവ് കാണുന്നില്ലേ? രാവിൻ്റെ അവസ്ഥ, ആ രാവിൻ്റെ അവസ്ഥ അതുപോലെ സത്യമാണ് പറയാൻ പോകുന്ന കാര്യം. മാ വദ്ദഅക റബ്ബുക, അൽഹംദുലില്ലാഹ്, മാ വദ്ദഅക റബ്ബുക, നിന്റെ റബ്ബ്, മാ വദ്ദഅക റബ്ബുക, ആ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല. വമാ ഖലാ, ആ റബ്ബ് വെറുത്തിട്ടുമില്ല. റബ്ബിനിക്ക് നിന്നോട് യാതൊരു ഇതുമില്ല. ആൾക്കാർ പറയാൻ തുടങ്ങി വഹി ഇറങ്ങി, പിന്നെ വഹി നിന്നുപോയല്ലോ കുറച്ചു കാലത്ത്. മുഹമ്മദിനെ ദൈവം കൈവിട്ടു എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രവാചകന്റെ ദൂതനായ അല്ലാഹുവിന്റെ ദൂതനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് മാവ് തഹത്ത റബ്ബുക, നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല, വിടൂല. ഒമാ പല അള്ളാഹുവിന്റെ കോപവും വെറുപ്പും അറപ്പൊന്നും ഇല്ല. എന്നിട്ട് പറയാണ് മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽ ആഖിറത്തു ഖൈറുൻ ലക. എന്തൊരു പ്രയോഗമാണ് വലൽ ആഖിറത്ത്. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, ആഖിറം മാത്രമാണ്, തീർച്ചയായും ആഖിറം അതാണ് ഖൈറുൻ ലക മിനൽ ഊല, ദുനിയാവിനേക്കാണ് പരലോകമാണ്. എന്നിട്ട് പറയാണ് വലസൗഫ യുഅ്തീക റബ്ബുക ഫതർള. എന്തൊരു വാക്കാണത്! നബിയെ, അങ്ങേക്ക് നാം തരും. വലസൗഫ യുഅ്തീക, നിശ്ചയമായും അങ്ങേക്ക് നാം തരും. നബിയെ തരും. ഫതർള, അപ്പം അങ്ങ് സംതൃപ്തനാകും, ഇഷ്ടം പോലെയാകും. നമ്മളിവിടെ കണ്ണുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല. അതല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിന്റെ അർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനി, പരമകാരുണ്യം, ഭയപ്പെട്ടവർക്കും ഭയപ്പെടാത്തവർക്കും നല്ലവർക്കും ചെയ്യുന്നവർക്കൊക്കെ ഗുണം ചെയ്യുന്നത്. ഈ ഒരു മഹാഗുണം ആർക്കുണ്ട്? ആർക്കില്ല. അതുകൊണ്ട് ഇതിനൊക്കെ പ്രതിഫലമായി ദുനിയാവിലെ തരയിലെ വിഷയമല്ല. ദുനിയാവ് ഇന്ന താറത്താഹിരത്തിലെ ഹയവാൻ, പരലോകമാണ് ജീവിതം. ഈ ദുനിയാവിൽ ജീവിതമല്ല. ഇവിടെ എന്തുണ്ടായിട്ടും യാതൊരു കാര്യമില്ല. ലഘു കാനത്തിൽ ദുനിയാ കഴലുള്ളതായി ജനാഹ പഴവുക. കൊതുകിന്റെ ഒരു ചെറിനോളം കടപിടിക്കെങ്കിൽ, രണ്ട് ചിറക് വേണ്ട, ജനാഹൈ എന്നല്ല പറഞ്ഞത്, ജനാഹ പഴവുകെങ്കിൽ കൊതുകിന്റെ ഒരു ചിറകിനോളം ദുനിയാവിന്റെ സ്ഥാനം പടത്തോടെടുത്തിട്ടുണ്ടെങ്കിൽ മാ സഖാ കാഫിറമിൻഹാ ശർബത്തമാകും, അവിശ്വാസിക്ക് ഒരു മുറുക്ക് വെള്ളം എന്ന് കുടിപ്പിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത്രയും വലിയ അനുഗ്രഹത്തിന്റെ നിറവിലാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഇതൊന്നും കിടപിടിക്കില്ല. യൂതാബി അൻഅമില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടുവരപ്പെടും പരലോകത്ത്. അല്ല ചെയ്ത അനുഗ്രഹം, കണ്ണ്, കാത്, മുഖത്തെ വരും, എല്ലാം വരും, എല്ലാ സൗകര്യങ്ങളും വരും. എന്നിട്ട്
പിന്നെ ആ അനുഗ്രഹങ്ങളും അവൻ്റെ കർമ്മങ്ങളും, എന്നിട്ട് എൻ്റെ അനുഗ്രഹത്തിന് കടപിടിക്കുന്ന രൂപത്തിലേക്ക് കണക്ക് കൂട്ടാൻ പറയും. ഹദീസിന്റെ വാക്ക് വായിച്ചു പറയാൻ സമയമില്ല. അങ്ങനെ അവൻ്റെ അമലുകൾ ഇങ്ങനെ അതമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയിട്ട് കണ്ണിൻ്റെ കാഴ്ചക്ക് അവൻ ഇത്ര കാലമുള്ള അമലൊന്നുമല്ല. പിന്നല്ലേ 18 കോടി ഒരു കുട്ടിക്ക് വേണ്ടി പിരിവാണെന്നത് പേപ്പറിൽ വെച്ചു, അതൊക്കെ വായിച്ചിട്ടുണ്ടോ? 18 കോടി. അപ്പൊ അവയവങ്ങളുടെ വില, ഓക്സിജന്റെ വില, ഈ കൊറോണ കാലഘട്ടത്തിൽ ഓക്സിജന്റെ വിലക്ക് അറിയാം. എന്തൊരു മഹാ അനുഗ്രഹത്തിന്റെ നിറവിലാണ് നമ്മൾ. നന്ദി കെട്ടവനാണ് മനുഷ്യൻ. നോക്കണം, 15 ആൾക്ക് നിസ്കരിക്കാൻ സാങ്ഷനുണ്ട് ഗവൺമെന്റ്. 15 ആൾ ഉണ്ടാവാറുണ്ടോ പള്ളിയിൽ? 15 ആൾ തികഞ്ഞിൽ 15 ആൾ കൂടുതൽ കാണില്ല എന്ന് സാങ്കേതിക നിയമമാണെങ്കിൽ അംഗീകരിക്കണം. പക്ഷേ 15 തികയാതെ വന്ന കുറ്റക്കാരാണ് നാട്ടുകാർ. പള്ളിയുടെ അയൽവാസികൾ കുറ്റക്കാരാണ്. 15 ആളിൽ 4 ആളുണ്ടെങ്കിൽ ബാക്കി 11 ആൾക്ക് മറുപടി പറയണം പടത്തിന് മുമ്പിൽ. നിസ്കാരം പ്രനിസ്കാരം ജമാഅത്തായി നിസ്കാരം എന്ന നിർബന്ധമാണ്. ഫർള് ഐനാണ്, സംശയമില്ല. നിങ്ങൾ നമസ്കരിക്കുന്നവർ കൂടെ നമസ്കരിക്കാന്നാണ് പറഞ്ഞത് ഖുർആനിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാധ്യത വളരെ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഈ പെരുന്നാളിൻ്റെ ദിനങ്ങളിലാണല്ലോ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആവേശോജ്ജലമായ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത, മറക്കാൻ പാടില്ലാത്ത സ്മരണകളിലൂടെയാണ് നാം കഴിഞ്ഞുപോകുന്നത്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരായിരുന്നു? ഇബ്രാഹിം നബി ജനിച്ചു എങ്ങനെ? ഒരു വിഗ്രഹ ആരാധകന്റെ വീട്ടിൽ, ഒരു വിഗ്രഹ നിർമ്മാതാവിന്റെ വീട്ടിൽ, ഒരു വിഗ്രഹ വ്യവസായിയുടെ വീട്ടിൽ. നാട് ശിർക്കിന്റെ നാട്, ഭരണം ശിർക്കിന്റെ ഭരണം, കുടുംബം ശിർക്കിന്റെ കുടുംബം. ഇങ്ങനെ മനുഷ്യന് അനുകൂലമായി ഒരു ശ്വാസം പോലും ശ്വസിക്കാനില്ല. അങ്ങനത്തെ പ്രതികൂലമായ സാഹചര്യത്തിൽ ജനിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് അല്ലാഹു ദിവ്യപ്രബോധനം നൽകി, ദിവ്യബോധനം നൽകി, ഉൾക്കൊണ്ട് എന്നിട്ട് ഈ ദൗത്യ നിർവഹണത്തിന് അദ്ദേഹം എവിടെ ചെന്നത്? വാപ്പന്നത്തിലാണ്. ആദ്യം മനുഷ്യൻ എവിടുന്ന് തുടങ്ങണം? ആരോട് പറയണം? നമ്മളൊക്കെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട് എന്ന് പറയാറുണ്ട്. നമ്മൾ ബാധ്യത നിർവഹിച്ചവരാണോ? ഇബ്രാഹിം നബിയെ ചെന്നിട്ട് പറഞ്ഞു, യാ അബത്തിരിമ തഴുപത് എന്റെ പൊന്നുപ്പ. യാ അബത്തി എന്ന പ്രയോഗം അങ്ങനെയാണ്. ബാപ്പ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ ബഹുമാനപ്പെട്ട ഉപ്പ, എന്റെ സ്നേഹനിധിയായ ഉപ്പ. എന്റെ പിതാവായ അങ്ങേക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത, ഒരു ഉപദ്രവവും തട്ടിക്കളയാൻ കഴിയാത്ത, ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത ഈ മണ്ണിനും മണ്ണാങ്കട്ടക്കും എന്തിനാണ് ഇപ്പം നിങ്ങൾ ആരാധിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് സൂറത്ത് മറിയമിൽ നമുക്ക് വരികൾ കാണാൻ കഴിയും. എന്നത് പറയല്ല. അവസാനം അവിടുന്ന് പാപ്പ പറഞ്ഞ മറുപടി ഓടാന്ന് മാത്രമല്ല, ഇറങ്ങിപ്പോ. ലയില്ലം തന്തഹി അർജുമന്നക്ക, നീ പറയുന്ന വാദഗതി നിർത്തിയില്ല എങ്കിൽ ഞാൻ നിന്നെ എറിഞ്ഞു കൊന്നുകളയണം. എറിഞ്ഞു കൊന്നുകളയും. പാപ്പ അവരോട് പറയാം, എറിഞ്ഞു കൊന്നുകളയും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ഇറങ്ങി നടന്നു. എവിടേക്കായി പോണത്? ആരാണുള്ള ഭയം? നാട്ടുകാരുണ്ടോ? പൂമാലയുണ്ടോ? ആദർശത്തിന് വേണ്ടി അങ്ങനെ പ്രസംഗിച്ചു വന്നാൽ പൂമാലയും നോട്ടുമാലാക്കി കൊടുക്കാൻ ആളുകളില്ലേ? പക്ഷേ ഇബ്രാഹിം നബിക്ക് അതൊന്നുണ്ടായില്ല, ചിന്തിച്ചില്ല. ഒന്നും ആവും, ഞാൻ അള്ളാഹുലേക്ക് പോകും. അങ്ങനെ പോയി. എന്നിട്ട് ഇബ്രാഹിം നബി സ്വീകരിച്ചെന്താ? അഗ്നിക്കുണ്ടോ? പടച്ചവനെ എന്തൊരു രംഗമായിരിക്കും അത്! അഗ്നിക്കുണ്ട്. എങ്ങനെ അഗ്നിക്കുണ്ടത്തിന്റെ പക്കയിൽ നിന്ന് എറിയാൻ പറ്റൂല. കാരണം അഗ്നിക്കുണ്ടൻ എറിയാൻ പോയാൽ തന്നെ അത്രയും തീജ്വാലയാണ്. അവസാനം ഒരു പ്രത്യേക ആയുധം എടുത്ത് അതിൽ ഘടിപ്പിച്ച് ഇബ്രാഹിമിനെ അവർ തീയിലേക്ക് ഒലിച്ചത്. അവിടെ വെച്ച് ഇബ്രാഹിം പറഞ്ഞു, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. എനിക്ക് അല്ല മതി, മരിക്കട്ടെ, ഞാൻ ചാമ്പലാവട്ടെ. കാരുണ്യവാനായ റബ്ബ് അവിടുന്ന് വിളിച്ചു, കുൽനാ യാ നാറു കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. നിന്നെ പഠിച്ചത് ഞാനാണ്,
നിനക്ക് ചതിക്കാൻ കഴിവ് തന്നത് ഞാനാണ്. അതുകൊണ്ട് ഇബ്രാഹിമിനെ AC ആവുക, എയർ കണ്ടീഷണർ. അവിടുന്ന് കഴിഞ്ഞു ഇബ്രാഹിം എന്തൊക്കെ ത്യാഗങ്ങൾ, എന്തൊക്കെ കഴിഞ്ഞു, എന്തൊക്കെ. അവസാനം ഭാര്യയുമായി വെടിഞ്ഞു നിൽക്കാൻ, ഭാര്യയും ഒരു കുഞ്ഞും ജനിച്ച്, പ്രിയപ്പെട്ടൊരു കുഞ്ഞ്, ജീവിത സായാഹ്ലത്തിൽ ജനിച്ചൊരു കുട്ടി. ആ കുട്ടിയെയും മക്കയിൽ താഴ്വരയിൽ കൊണ്ടാക്കി അവിടെ നിന്ന് ആ പിതാവ് നടന്നു പോവുക. ഭാര്യ അവിടെ നിർത്തി. അല്ല മൂപ്പരെ, എന്താ പിക്കാണികളത്? നിങ്ങൾ എന്തായി ചെയ്യുന്നത്? എവിടേക്കായി പോകുന്നത്? അന്ന് കൽപ്പിച്ചതാണോ ഇത്? അതെ, അത് കൽപ്പിച്ചതാണ്. എങ്കിൽ സമാധാനം. ഒരു പെണ്ണിന്റെ ഒരു ഉമ്മയുടെ ഭാര്യയുടെ വർത്താനാണ്. നമുക്ക് ഒരിക്കലും പേടിക്കാനില്ല. അമ്മ പറഞ്ഞു പോവല്ലേ, പോയിക്കോളി, പോണ്ടെന്നല്ല, എനിക്ക് ആരില്ല എന്നല്ല പറഞ്ഞത്. എനിക്കട്ടെ അവസാനം ഇബ്രാഹിമിനോട് എന്താ അറിയാം, ഇബ്രാഹിം മകനാണ്. ഖുർആനിൽ പറഞ്ഞതാണ് അറക്കണം എന്ന് പറഞ്ഞു. അറക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മോനെ അറക്കേ, ഒരു മോനല്ലേ. അങ്ങനൊന്നും ഇബ്രാഹിം ചിന്തിക്കാൻ കഴിഞ്ഞില്ല. നാം ഓർക്കണം, നമുക്ക് ഒരു ചായ കൂടി നിർത്താൻ കഴിയില്ല, ഒരു പുകവലി നിർത്താൻ കഴിയില്ല. ആ സമയത്താണ് നിന്റെ മകനെ നീ ബലിയെടുക്കണമെന്ന് പറയുന്ന പടച്ചവന്റെ കൽപ്പന. അപ്പൊ ചോദിച്ചു മോനോട്, മോനെ ഇങ്ങനെയാണല്ലോ കഥ, എന്താ ഇപ്പം അതിന് കുഴപ്പം? യാ അബത്തിഹ്മൽ മാ തുമർ, പടച്ചവൻ എന്ത് കൽപ്പിച്ചത് ചെയ്തോളൂ, യാതൊന്നും സങ്കല്പിക്കേണ്ടതില്ല. ചുരുക്കി പറഞ്ഞ ഈ സംഭവമൊക്കെ നമുക്ക് അറിയാം. അതൊന്ന് ഓർമ്മക്ക് വേണ്ടി പുതുക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് ഒത്തിരി പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ അനുഗ്രഹത്തിന്റെ നിറവിലാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ സാഹചര്യത്തിലാണ്, എല്ലാം വളരെ സുദാർത്ഥനാണ്. ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എല്ലാ നിലയിലുള്ള മർദ്ദനങ്ങൾ, പല പല പീഡനങ്ങളും കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സന്തോഷപൂർവ്വം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ അഗ്നികുണ്ഡത്തെ സ്വീകരിച്ചതുപോലെ സന്തോഷപൂർവ്വം അൽഹംദുലില്ലാഹ് ആ ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരായി ഇബ്രാഹിം നബിയുടെ കൂടെ സ്വർഗ്ഗത്തെത്താൻ അല്ലാഹു നമുക്ക് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളൊക്കെ സഹോദരന്മാരാണ്, വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളിൽ നോക്കുന്നുണ്ട്. നമ്മുടെ പള്ളി അത് നമുക്ക് സർവസ്വമായിരിക്കണം. അത് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ ആഗ്രഹം പോലെ അല്ല, അതിനൊക്കെ അപ്പുറമായി എല്ലാവിധ സൗകര്യങ്ങളുള്ളൊരു പള്ളി നമുക്ക് അല്ലാഹു നൽകി. അൽഹംദുലില്ലാഹ് ആളുകളുണ്ട്. ജുമുഅ നടക്കോ ഇല്ല, അടുത്താഴ്ച ജുമുഅ വേണോ വേണ്ടേ എന്ന് ആലോചിക്കാം. അവിടുന്ന് പോന്നിട്ട് ഇപ്പം ഞാൻ അധികാരമുള്ളപ്പോൾ ആ അവസ്ഥയിലെത്തിയില്ല. എന്തൊരു മറിമായം. അൽഹംദുലില്ലാഹ് അവിടുന്ന് കഴിഞ്ഞ് ഇപ്പം എവിടെ ചോദിച്ചാൽ ക്ലാസ്സും ഒക്കെ ആയി. ഒരു ക്ലാസ്സിൻ്റെ പിന്നെ ഉദ്ഘാടനം കൂടിയാണല്ലോ ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ വളരെ സൗഹാർദ്ദത്തിൽ കഴിയും. അതായത് നമ്മൾ ഒരു പള്ളിയുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ്. ദീനിൻ്റെ കാര്യം ലീലാഹ് ഖുറൈശി ലീലാഹിൻ്റെ ആ സൂറത്തിൽ ചോദിച്ചാൽ കാണാം, അവർക്ക് വലിയ സ്വീകരണമായിരുന്നു ഖുറൈശികൾ. എന്താ കാരണം? അവർ ഹറമിൻ്റെ ഹാദിമികളാണ്. ഹാദിമുൽ ഹറമൈ, ഹറമിൻ്റെ ഹാദിമികളാണ് അവർക്ക്. അതായത് അതുകൊണ്ട് പള്ളിയുടെ ഹാദിമ്യങ്ങളാവുക. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവരും അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ആ ഒത്തൊരുമയോടുകൂടി ജീവിച്ച് ഒത്തൊരുമയോടെ മരിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്സത്തോടെ ജീവിച്ച് ദുന്യാവിൽ ഇസ്സത്തും പരലോകത്തിൽ ജന്നത്തും. അതാണ് ദുന്യാവിൽ ഇസ്സത്ത്, പരലോകത്തിൽ ജന്നത്ത്. ദുന്യാവിൽ ഇസ്സത്ത്, പരലോകത്തിൽ ജന്നത്ത്. അന്തസ്സായ ജീവിതം, അന്തസ്സായ ഒരു മരണം, അന്തസ്സായ പരലോകം. ഇതാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നീണ്ടുപോയി. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ ഈ ഒത്തുചേരൽ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഈ പുണ്യ ദുൽഹജ്ജ് പവിത്രമായ ദിവസങ്ങൾക്ക് പുറകിൽ നമുക്ക് ഈ ഒത്തുചേരൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിൽ നിന്നെ കാണൽ കണ്ടേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. നിന്റെ സ്വർഗം നിന്നെ കാണൽ, അതിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൊണ്ടുതരണമേ. ഭാര്യ, മക്കൾ, കുടുംബം, അവരെക്കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊന്നായാൽ പോലെ ഇന്ന് രാത്രി ഭാര്യ അവർക്ക് ചോറുണ്ടോ, കിടക്കാൻ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഉറപ്പിച്ചതാണ്, ഉണ്ടായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എങ്കിൽ അവർ നരകത്തിലില്ല എന്ന് കൂടി ഉറപ്പിക്കാൻ കഴിയണം. ഭാര്യയ്ക്ക് ഭക്ഷണമുണ്ട് വീട്ടിൽ, മക്കൾക്ക് ഭക്ഷണമുണ്ട്, അതൊക്കെ ഉറപ്പുള്ള കിടക്കാൻ വീടുണ്ട്, അതൊക്കെ
ഉറപ്പിച്ചു വന്നവരല്ലേ. അവർ നരകത്തിലില്ല എന്ന് ഉറപ്പിക്കാൻ കൂടി കഴിയണം നമുക്ക്. അതിന് തോൽപ്പിക്ക് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയ സഹോദരൻ ഇങ്ങോട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ വഴിമാറി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.